ഹരേ കൃഷ്ണ. ഇന്ന് നമുക്കൊരു കഥ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു കഥയായിരിക്കും. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഒരു കഥയാണ് കേട്ടോ. ധർമ്മവും കർമ്മവും. ശ്രീരാമകൃഷ്ണ പരമഹംസർ ഒരു ദിവസം തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഇങ്ങനെ നടന്നു പോവുമായിരുന്നു. ചെറിയൊരു വെള്ളച്ചാലിന് സമീപം എത്തിയപ്പം അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ഒരു തേളതാ വെള്ളത്തിൽ കിടന്ന് പിടയുന്നു. അതിനെ രക്ഷപ്പെടുത്തണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം അടുത്ത് ചെന്ന് അതിനെ കൈവെള്ളയിൽ കോരിയെടുത്തു. അത് കണ്ട് ശിഷ്യന്മാർ വിളിച്ചു പറഞ്ഞു, ഗുരു, അത് വിഷമുള്ള തേളാണ്, തൊടരുത്, അത് കുത്തും. അത് കേൾക്കുന്നതോടൊപ്പം ഗുരു തേളിൻ്റെ കടിയും കൊണ്ടു കഴിഞ്ഞിരുന്നു. വേദന കൊണ്ട് കൈ കുടഞ്ഞപ്പോൾ തേള് വീണ്ടും വെള്ളത്തിൽ വീണു. ഉടനെ അദ്ദേഹം അതിനെ വീണ്ടും കൈവെള്ളയിൽ കോരിയെടുക്കുകയാണ് ചെയ്തത്. അടുത്ത നിമിഷം അത് വീണ്ടും കുത്തുകയും ചെയ്തു. അദ്ദേഹം അതിനെ കരയിലെത്തിച്ചു. ശക്തമായ വേദന കൊണ്ട് അദ്ദേഹം കൈ കുടയുന്നത് കണ്ട് ശിഷ്യന്മാർ സഹതാപപൂർവം ചോദിച്ചു, ഗുരു, 2 തവണ കടി കൊണ്ടിട്ടും അങ്ങ് പിന്നെയും അതിനെ രക്ഷിക്കാൻ ശ്രമിച്ചത് എന്തിന്? അതുകൊണ്ടല്ലേ അത് വീണ്ടും കടിച്ചത്? അപ്പം അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ ധർമ്മം ചെയ്തു, തേൾ അതിൻ്റെ കർമ്മവും ചെയ്തു. അത്ര തന്നെ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മറുപടിയാണ് അദ്ദേഹം തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തത്. ഇത് വെറുതെ കേട്ടുപോകുന്നവർക്ക് ഇത് ചെറിയൊരു കഥയായിരിക്കാം, പക്ഷെ ഇതിന് വലിയൊരു സാരമുണ്ട്. എന്താണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നോക്കാം. ഈ കഥ വളരെ ആഴമുള്ള ഒരു ആത്മീയ സന്ദേശം നൽകുന്ന ഒരു കഥയാണ്. ഇവിടെ പ്രതിപാദിക്കുന്നത് ധർമ്മവും കർമ്മവും എന്നുള്ള 2 മഹത്തായ ആശയങ്ങളെക്കുറിച്ചാണ്. എന്താണിത് തമ്മിലുള്ള വ്യത്യാസം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവ സഹജമായ നന്മയും കടമയുമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ സ്വഭാവം അനുസരിച്ച് അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതാണ് കർമ്മം. ഓക്കെ. പരമഹംസർ തേളിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്തത് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതാണ്. തേളിനെ രക്ഷിച്ചാൽ അത് കുത്തും. നമ്മൾ വഴിയെ പോകുമ്പോൾ കണ്ടാൽ പോലും അത് നമ്മളെ കുത്താനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ അദ്ദേഹം ഇവിടെ അതിനെ രക്ഷിക്കുകയാണ് ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ ധർമ്മമാണ്. അദ്ദേഹത്തിൻ്റെ ധർമ്മമാണ് കരുണയും മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു പ്രവണതയൊക്കെ അദ്ദേഹത്തിൻ്റെ ധർമ്മമാണ്. എന്നാൽ തേള് കുത്തിയതോ അത് അതിൻ്റെതായ കർമ്മം, അത് അതിൻ്റെ സ്വഭാവം കാണിച്ചു അല്ലേ? ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന പാഠം എന്താണ്? മറ്റുള്ളവരെങ്ങനെയൊക്കെ എന്ന് നോക്കിയിട്ട് നമ്മുടെ നല്ല സ്വഭാവം നമ്മൾ മാറ്റാൻ പാടില്ല. ഒരാൾ നമ്മെ വേദനിപ്പിച്ചാലും നാം നമ്മുടെ നന്മ വിട്ട് കളയരുത്. കരുണയും ധർമ്മവും പാലിക്കുന്നത് വലിയ ആത്മവിജയമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വിജയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരുണയും നന്മയും ധർമ്മവും ഒക്കെ പാലിക്കാൻ കഴിയുന്ന വ്യക്തി ആരാണോ അദ്ദേഹമാണ് ജീവിതത്തിൽ വിജയിച്ച വ്യക്തി എന്നാണ് ഞാൻ പറയാം. അപ്പോൾ ഈ കഥയുടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? മറ്റുള്ളവരുടെ കർമ്മം നോക്കി നമ്മളുടെ ധർമ്മം മാറ്റരുത്.